വിമാനയാത്രാ നിരക്ക് വരും മാസങ്ങളിൽ വീണ്ടും വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. വിമാന ഇന്ധനത്തിന്റെ വില ഇരട്ടിയിലധികം വർദ്ധിച്ചതാണ് യാത്രാ നിരക്ക് കൂടാനുള്ള കാരണം. ഇതോടെ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ അവധിക്കാല യാത്ര പ്രതിസന്ധിയിലാകും. ജൂൺ അവസാനത്തോടെയാണ് സ്കൂളുകളിലെ അവധിക്കാലം പരിഗണിച്ച് പ്രവാസികൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യുക. കുട്ടികളും കുടുംബങ്ങളും അടക്കം നിരവധി പ്രവാസികൾ ജൂൺ അവസാനവും ജൂലൈ ആദ്യവുമായി നാട്ടിലേക്ക് മടങ്ങും. എന്നാൽ ഇക്കൊല്ലം ഇത്തരം യാത്രകൾ സാധ്യമാകാത്ത വിധത്തിലാണ് നിരക്ക് വർധനയെന്നാണ് റിപ്പോർട്ട്. ജൂൺ 26 ദുബായിൽ നിന്നും ഒരാൾ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് കുറഞ്ഞത് 1613 ദിർഹം നൽകണം. അതായത് 42,000 ഇന്ത്യൻ രൂപ. അച്ഛനും അമ്മയും 2 മക്കളും യാത്ര ചെയ്യണമെങ്കിൽ 1.25 ലക്ഷത്തോളം രൂപ വൺ വേ ടിക്കറ്റിന് മാത്രം വേണ്ടിവരും. എമിറേറ്റ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 2850 ദിർഹമെങ്കിലും വൺ വേ ടിക്കറ്റിന് നൽകേണ്ടി വരും. അതായത് ഒരാൾക്ക് മാത്രം 75,000 രൂപയാകും. വിമാന ഇന്ധനത്തിന്റെ വിലവർധനയാണ് യാത്രാ നിരക്ക് കുത്തനെ കൂടാൻ കാരണം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം 121% വിലവർധന വിമാന ഇന്ധനത്തിനുണ്ടായെന്ന് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ട അറിയിച്ചു. നിരക്ക് വർധനയും പശ്ചിമേഷ്യൻ സംഘർഷവും വിമാനയാത്രക്കാരുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ 46.6% കുറവ് ഇക്കൊല്ലം ഉണ്ടായെന്നാണ് അയാട്ടയുടെ കണക്ക്. അമേരിക്ക ഇറാൻ സംഘർഷം അവസാനിച്ചാൽ മാത്രമാകും ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.